നമ്മളും ടി വി ആയിട്ടുള്ളത് നമ്മൾ തീർത്തോളാം. ഈ വെറുതെ ആവശ്യമില്ലാതെ ആരും ട്രിഗേർഡ് ആയാണ്ട് സംസാരിക്കില്ല ദയവേത്. അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഇപ്പോൾ ഈഗിൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് ഈഗിൾ MRCക്ക് വേണ്ടി ചെയ്ത കുറേ കൺസേൺസ് ഈഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ. അപ്പോൾ അതേപോലെ എടാ നമ്മളെ ചാറ്റിൽ ശാന്ത എന്നുള്ള ഈ വേർഡ് ഒന്ന് ബ്ലോക്ക് ആക്കിയാണ്. മോഡറേറ്റേഴ്സ് ഇതൊന്ന് ശാന്ത എന്നുള്ള വേർഡ് ഒന്ന് ബ്ലോക്ക് ആക്കണം. പിന്നെ മറ്റേ എന്താ പറയാ, ഈ കൊട്ടയും അണ്ടിയൊന്നും അങ്ങനത്തെ കൂടി ഇടാൻ വെക്കണ്ട. അത് ഫുള്ള് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ. ഗൈസ്, നെഗറ്റിവിറ്റിയോ ഹെയ്റ്റോ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈവ് അല്ല. എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഒരു കൺസേൺ, എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ആ ഒരു സാധനം പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടൊരു ലൈവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ SRR ഡിസ്മാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഉണ്ടായ സമയത്ത് ഞാൻ ഇതേപോലെ VCയിൽ ചെന്നുകൊണ്ട് കളർ ചോദിക്കാൻ ചെന്നിനു. അഥവാ ഈ പറയുന്ന എടാ ശാന്ത ബ്ലോക്ക് ആക്കടാ, കുറേ പേരുന്നുണ്ട്. എ ഒക്കെ കുറേ കൂട്ടിക്കാണ്ടും മറിച്ചും കണ്ടും ആ കൊട്ടയൊക്കെ ഫുള്ളൊന്ന് കളർ സ്പാം ചെയ്യിപ്പിക്കണ്ട, വെറുതെ ഹൈറ്റ് സ്പ്രെഡ് ചെയ്യുന്ന പരിപാടി എടുപ്പിക്കല്ലേ. അപ്പോൾ അതിൽ ഇതേപോലെ അവിടെ VC ചെന്നുകൊണ്ട് SRRൻ്റെ കളർ ചോദിക്കാൻ വേണ്ടി ഞാൻ ചെന്ന സമയത്ത് ഇതേപോലെ ഹാഫിസ് ബ്രോൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കളർ അപ്പോത്തിന് വേറെയുള്ള ഗ്യാങ് വന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞ് പോയി. വാട്ടെവർ, അതല്ല മാറ്റർ. അതിൽ ഇതേപോലെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ ഹാഫിസ് ബ്രോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെ പോലെ കമ്മ്യൂണിറ്റിയിൽ ഹെയ്റ്റും നെഗറ്റീവും ഇല്ലാതെ പോകാൻ കരുതിയ ഒരു ഗ്യാങ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ. എടാ നീ ബ്ലോക്ക് ആക്കില്ല, വേർഡ് ബ്ലോക്ക് ആക്കില്ല റക്കൻ ചെയ്തോണ്ടിരിക്കും. ആക്കിക്കണം, പക്ഷെ കൊറേ വരുന്നോണ്ട് അത് വരാണ്. ഓക്കെ. എനിവേ, ഇതാണ് പറഞ്ഞിരുന്നത്, മനസ്സിലായോ? ഈ നെഗറ്റിവിറ്റിയും പിന്നെ കുറച്ച് ഹെയ്റ്റൊക്കെ വരുന്നതുകൊണ്ട് പുള്ളി ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് SRR ഡിസ്മാൻഡിലാക്കിയത് എന്ന് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ഗ്യാങ്ങിൻ്റെ ലീഡേഴ്സും കോ-ലീഡേഴ്സും ആ ഒരു പൊസിഷൻ വേറെ ആർക്കും കൊടുക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ലീവ് ചെയ്ത് പോവാണ്, സിറ്റി അങ്ങനെ ലീവ് ചെയ്ത് പോവാണ് എന്നുള്ളൊരു സംഭവമാണ് പറഞ്ഞത്. അത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ടു RP ആണ്, ന്യൂ ടു കമ്മ്യൂണിറ്റി ആണ്. എനിക്ക് എൻ്റെതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇതേപോലെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ തിങ്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഇതേപോലെ ഈഗിള് നമ്മളെ VC വന്നാണ്ട് ഈഗിൾ ബ്രോ നമ്മളടുത്ത് സംസാരിച്ച സമയത്ത്, ഞാനും മാക്ക് വരുന്ന സംസാരിച്ച സമയത്ത് പുള്ളി ഇതേപോലെ പറഞ്ഞിരുന്നു, ഈഗിൾ ബ്രോ നിങ്ങൾ നമ്മളെ MRGന് ഇതേപോലെ പറഞ്ഞത് നമുക്ക് ഷോക്കായി, നിങ്ങൾ നമ്മളെ കളിയാക്കിയ പോലെ നമുക്ക് അത് ഭയങ്കര ഷോക്കായി എന്ന് പറഞ്ഞപ്പോൾ ഈഗിൾ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നിങ്ങൾ മിസ്റ്റേക്ക് ആക്കി എടുത്തതാണ് ഷെയ്ഖ് ബ്രോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MRGനല്ല കുറ്റം പറഞ്ഞത്, അങ്ങനെ കളിയാക്കിയത് MRGനല്ല, സത്യം പറഞ്ഞാൽ SRRനെയാണ് എന്ന് പറഞ്ഞു. അഥവാ നമ്മളായിട്ട് ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടായ പിറ്റേ ദിവസം അങ്ങനെ എന്തോ അല്ലടാ പറഞ്ഞത്, അതിൻ്റെ പിറ്റേ ദിവസം ഇതേപോലെ KVN-ആയിട്ടും സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് അവർക്ക് എതിരെയാണ് ഞാൻ സംസാരിച്ചത്, അല്ലാതെ MRGനെ ഞാൻ മോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈഗിൾ ബ്രോ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അപ്പം ഒബ്വിയസ്ലി റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു സംഭവത്തിൽ എന്നെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ നെഗറ്റിവിറ്റിയും ഹെയ്റ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിങ്ക് ചെയ്തത് ഒരിക്കലും SRR ഈ പറയുന്ന പോലെ ഒരു TGA പറയുന്ന ഗ്യാങ്ങോ അല്ലെങ്കിൽ ഒരു EVX എന്ന് പറയുന്ന ഗ്യാങ്ങിനെ അടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഇവർ പുറത്തൊരു സ്റ്റോറി ഇട്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലോ ഇവർക്ക് ഒരിക്കലും നെഗറ്റിവിറ്റി പോകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ്, മനസ്സിലായോ? അത് ശരിയാണ് എന്നുള്ളത് ഞാൻ പറയണില്ല, അത് എൻ്റെ ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. അപ്പം ആ ഒരു സംഭവം ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തത്, മനസ്സിലായില്ല. അല്ലാതെ ഹാഫിസ് ബ്രോ പ്യുവറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാഫിസ് ബ്രോ ഒരിക്കലും TVA KVA എന്നുള്ള ഒരു വേർഡ് അവിടെ മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. അത് ഞാൻ ഓപ്പണായിട്ട് പറയാം, പുള്ളി അങ്ങനെ ഒരു സംഭവം മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. SRRൻ്റെ കേസിൽ TVA KVA എന്നുള്ളൊരു സംഭവം മെൻഷൻ ചെയ്തിട്ട് തന്നെ അല്ല. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്തൊരു സംഭവം മാത്രമാണ് അത്. ഞാൻ എൻ്റെ ഈ ഹൈറാർക്കി VC എന്ന് പറഞ്ഞാൽ ഈ VCയിൽ ഇരുന്ന് കണ്ട് സംസാരിക്കുമ്പം ഇവിടെ ഞങ്ങൾ ഓഫ് സ്ട്രീമിൽ ഓപ്പൺ അപ്പ് ആയാണ് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രമല്ല ഫ്രണ്ട്സ് ടോക്കും, അതേപോലെ നിങ്ങൾക്ക് മാത്രം ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന സർക്കിളിൽ നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഞാൻ ഇതേപോലെ പറഞ്ഞതാണ് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഷമീർ ഇതേപോലെ ലൈവ് ഇട്ടുങ്ങാണ്ട് കയറി വന്നതാ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷമീർ ലൈവ് ഇട്ട് കയറി വരുമ്പം ഈ അതിൽ പോലും ഈ എന്താണ്ടായെന്ന് വെച്ചാൽ ഹാഫിസ് ബ്രോ പറഞ്ഞു TVA, അത്ര പറഞ്ഞപ്പോത്തിന് ഷമീർ ഞാൻ ലൈവാണ് എന്ന് പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഇനി അതിൻ്റെ പേരിലൊരു ഇഷ്യൂ ഉണ്ടാവണ്ടെന്ന് കരുതിയാണ്ട് അവനോട് ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ അവനോട് ഇറങ്ങാൻ പറഞ്ഞതിൻ്റെ നെക്സ്റ്റ് മൊമെൻ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചത്,
ഇനി ഇത് പുതിയത് കുത്തി പൊന്തിച്ചും ഷെയ്ഖ് ടി വിക്കെതിരെ അടുത്തത് പറഞ്ഞു. SRRനെ ഡിസ്മാൻഡിലാക്കാൻ ഹാഫിസ് പറഞ്ഞതിൻ്റെ പേരിൽ ഷെയ്ഖ് ടി വിയെ എന്ന് പറയും എന്ന് അത് പേടിച്ചിട്ട് ശരിക്ക് ഷമീറിനോട് രണ്ടാമത് കയറിങ്ങാണ്ട് അപ്പം തന്നെ ക്ലാരിറ്റി ചെയ്യാന്ന് എഴുതിയാണ്ട് ഓനോട് വരാൻ പറഞ്ഞു. അതിലും പറഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻലി ഇത് ടി വിയും MRGയും കറൻ്റ്ലി ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിയും കൂടിയും ആവോ എന്ന് പേടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞുതരാൻ പറ്റിയില്ല. അത് വൈൻഡപ്പ് ചെയ്ത രീതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ പറയുന്ന TGN EVXനെ ഒന്നും അടിച്ചാൽ ഒരിക്കലും ഈ പറയുന്ന SRRക്ക് ഈ പറയുന്ന പോലെ ഹെയ്റ്റ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഇല്ല. റീസെൻ്റ്ലി അടിച്ച ഈ KVയും TVNന്ന് അടിച്ചതിൻ്റെ പേരിൽ മാത്രമായിരിക്കും ഇവർക്ക് ഹെയ്റ്റ് പോയത് എന്നുള്ളത് ഞാൻ എൻ്റെ ചാറ്റിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഹാഫിസ് ബ്രോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അപ്പം തന്നെ തിരിച്ച് VC പോയത് പോലും പുള്ളിക്ക് ഒരു ഹെയ്റ്റ് വരരുത് എന്ന് കരുതിയിട്ടാണ്. മനസ്സിലായോ? എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ VCയിലിരുന്ന് ഈ കാര്യം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തും പറയായിരുന്നു. മനസ്സിലായോ? പക്ഷേ ഞാൻ അപ്പോഴും സ്റ്റിൽ പുള്ളിൻ്റെ കൺസേൺ ആലോചിച്ചിട്ടാണ് ഞാൻ അവിടെ VC പോയി ഇരുന്നത് പോലും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സലാൻറ്റിസിൻ്റെ VCയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടാക്കിയിട്ട് സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. എന്നിട്ടും ഞാനത് കൺഫസ് ചെയ്തോളാം ഹാഫിസ് ബ്രോ, നിങ്ങളതിൽ ഇൻവോൾവ് ആവണ്ട, ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഹെയ്റ്റ് വാങ്ങണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഹാഫിസ് ബ്രോനോട് പറഞ്ഞിട്ടാണ് ഈഗിളിനെ അപ്പം തന്നെ വിളിച്ചു വരുത്തിയാണ്ട് ഈഗിളിനോട് അവിടെ അൺമ്യൂട്ട് ആക്കിയിട്ട് നമ്മളവിടെ സംസാരിക്കണത്. മനസ്സിലായില്ലേ? കാരണം ഇൻഡയറക്ട്ലി പോലും ഹാഫിസ് ബ്രോ അതിൽ ഇൻവോൾവ് ആവരുത് എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് അതിൻ്റെ ട്രൂ ഫാക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് പറഞ്ഞത്. പക്ഷേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ എനിക്ക് അവിടെ വന്നിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 12,000-13,000 ആൾക്കാർ വാച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാളെ മാത്രം ഇങ്ങനെ ഇട്ട് ടാർഗറ്റ് ചെയ്ത സമയത്ത് എനിക്കും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തിരിച്ച് ഓവറായിട്ട് പറഞ്ഞില്ല, അഥവാ ഞാൻ ചില്ലായിട്ടാണ് നിന്നിരുന്നത്. മനസ്സിലായോ? പക്ഷേ ഈഗിൾ ബ്രോ എല്ലാവർക്കും അറിയാം കുറച്ച് ട്രിഗേർഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. കാരണം കറൻ്റ്ലി ഈ പറയുന്ന പോലെ ഷമീറിൻ്റെ കുറച്ച് മോക്കിങ്ങും ഒക്കെ പാടെ കഴിഞ്ഞ് വരുന്ന ലൈവിൻ്റെ ബാക്കി പിന്നെ ഞാൻ ഈ പറയുന്ന SRR ഡിസ്മാൻഡിലാക്കാനും കൂടിയും റീസൺ TV ആണ് എന്നുള്ളത് കേൾക്കുമ്പം ഈഗിളിനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈഗിളിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിലായോ? പുള്ളി എടുക്കുന്ന ആ ഒരു റേജിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് അവിടുന്ന് കൂടുതൽ സംസാരിച്ച് വൾഗറാക്കണ്ടെന്ന് കരുതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയെന്നുള്ളത് സത്യമാണ്. എനിവേ എനിക്കതിൽ പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അസംഷൻ മാത്രമാണ് ഈ പറയുന്ന പോലെ ഈ SRR ഡിസ്മാൻഡിലായത് TVയും KVയും കാരണമായിരിക്കാം എന്നുള്ളത്. അത് നിങ്ങളെ പോലെ ഓഡിയൻസിന് കുറച്ച് മെച്യൂർഡ് ആയിട്ട് തിങ്ക് ചെയ്യണ ഏതൊരു ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും ചിലപ്പം തിങ്ക് ചെയ്താൽ മനസ്സിലാവും ഈ നെഗറ്റിവിറ്റി എന്തായാലും മേ ബി ഇതിൻ്റെ തോട്ട് ഓഫ് മൈൻഡിൽ എൻ്റെ ഒരു വെറും എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്. ഈ EVXും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ TGA അങ്ങനത്തെ വേറെയുള്ള ഗ്യാങ്ങുകളൊന്നും ഒരു സ്റ്റോറി ഇട്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഇതാക്കിയതിൻ്റെ പേരിലോ ഒരിക്കലും ഒരു വലിയൊരു നെഗറ്റിവിറ്റി എന്തായാലും SRRക്ക് വരില്ല. അപ്പം അത് മേ ബി ഈ പറയുന്ന പോലെ TVയും KVയായിട്ടുള്ള റീസെൻറ്റ് സിറ്റുവേഷൻസിൽ ഇവർ ഇട്ട് അപരാധിച്ചതിൻ്റെ പേരിലായിരിക്കാം എന്ന് ഞാൻ തിങ്ക് ചെയ്തു പോയി. മനസ്സിലായോ? അത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. മനസ്സിലായോ? അത് ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യണതിൽ ഇന്ന കുറ്റം പറയാൻ പറ്റൂല. ഓക്കെ, ആ ഒരു സാധനം എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ പറഞ്ഞ സാധനമാണ്. അത് കരുതിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ TV ആണ് അതിൻ്റെ റീസൺ എന്ന് ഞാൻ മീൻ ചെയ്തിട്ടുമില്ല. അതിൽ ഹാഫിസ് ബ്രോക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോളില്ല. അപ്പം ആ ഒരു സാധനമാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. എടാ ഷമീറിനൊന്ന് വലിച്ചാണെടാ, ഷമീർ താഴത്ത് വയസ്സിലുണ്ട് തോന്നുന്നുണ്ട്. അതാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിലിപ്പം ഇന്നലെ കുറേ പേര് എനിക്ക് പേഴ്സണലി DM അയച്ചു കണ്ട് ഇതേപോലെ അമ്പി ഷെയ്ഖ് അങ്ങനത്തെ ഒരു സംഭവം പറയുന്നുണ്ട്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരാധിച്ചങ്ങാണ്ട് ഒരു സ്ട്രീം ഇടണമെന്നുണ്ടെങ്കിൽ എനിക്കും ആ ഒരു രീതിയിൽ അവരാധിച്ച് സ്ട്രീം ഇടാൻ എനിക്കും അറിയാം. മനസ്സിലായോ? കാരണം ഞാൻ ബുദ്ധിയില്ലാത്തൊരു പൊട്ടനൊന്നുമല്ലല്ലോ. അപ്പം പക്ഷെ ഞാൻ ആ ഒരു രീതിയിൽ ഒരിക്കലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സംഭവമാണ്. MRGയും TV ആയിട്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവരുത് എന്ന് കരുതി പറയുന്ന സംഭവമാണ്. നമ്മളെ സൈഡിൽ നിന്ന് ഇത് വിട്ടു, നമ്മളിത് ഇങ്ങനൊരു കുത്തി പൊന്തിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ വരൂല. ഈഗിള് റീസെൻ്റ് ആയിട്ട് ഈഗിളിൻ്റെ ലൈവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഈഗിളിന് എന്തൊക്കെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസിലും പേഴ്സണൽ ട്രിഗറിലൊക്കെ നിന്ന സമയത്താണ് തൊപ്പിനെ ഇതിൽ ഡ്രാഗ് ആയത്. ഇങ്ങനെ ചാറ്റ് കണ്ട് ട്രിഗർ ആയതിൻ്റെ പേരിലാണ് ഈ പറയുന്ന പോലെ ഈഗിൾ തൊപ്പിൻ്റെ കേസ് പറഞ്ഞതെന്നുള്ളത്. അത് അവർ തമ്മിൽ വിളിച്ച് സോറി പറഞ്ഞു എന്നും പറഞ്ഞ കേസാണ്. അപ്പം അതിൽ എനിക്ക് കൂടുതൽ ഈ പറയുന്ന പോലെ സംസാരിക്കാനല്ല. മനസ്സിലായില്ലേ? ആ ഒരു തെറ്റ് മാത്രമേ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിളിൻ്റെ അടുത്ത് മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് ഈഗിൾ ഓൾറെഡി സോറി പറഞ്ഞ് കൺഫസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ അതിൽ പിന്നെ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, പുള്ളി അത് അഡ്മിറ്റ് ചെയ്തു, മനസ്സിലായോ? അതേപോലെ എൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനത് മിസ്റ്റേക്ക് കംപ്ലീറ്റ്ലി ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എന്താ പറയുക, സോറി ഒന്നും പറയേണ്ട ആവശ്യം നെസസറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ ടിവിയും കെവിയും കാരണം ആയിരിക്കാടാ എന്നുള്ളൊരു സംഭവം ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ അകത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അത് ഓഡിയൻസ് എടുത്തത് ഏത് രീതിയിലാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ സോറി പറയേണ്ട ആവശ്യമൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അത് ഹാഫിസ് ബ്രോൻ്റെ പേരിൻ്റെ ഒപ്പം ഞാൻ ആ ടി വിയെ കെ വി എന്നുള്ള കാര്യം വലിച്ച് അയച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ശരിയായില്ല. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫിസ് ബ്രോനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സോറി പറയണം. അത് സീരിയസ്ലി സോറി. അത് ഞാൻ ആ തെറ്റ് അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ആ തിങ്ക് ചെയ്ത് അസംഷൻ ഒരിക്കലും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, പിന്നെ MRG ഓഡിയൻസിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ അമ്പി ഷെയ്ക്ക് എന്നുള്ള രീതിയിൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്തപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആയി പോയി എന്ന് കരുതിയാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത സത്യം പറഞ്ഞാൽ വലിയൊരു കൂട്ടം ഓഡിയൻസ് ഉണ്ട് എനിക്ക്. അത് ഞാൻ ഒരിക്കലും എനിക്ക് തള്ളി പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 200-300 മെസ്സേജ് അംബിഷേക്ക് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ 1000 മെസ്സേജ് എന്തായാലും ഉറപ്പാണ്. അഥവാ ആ ഒരു കമ്പാരിറ്റീവില് ആ ഒരു റേഷ്യോയിൽ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഞാനൊരു ഡൗണോ അങ്ങനത്തെ ഒരു സംഭവമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. എനിക്ക് അങ്ങനത്തെ പേടി മേജാറൊന്നും അതും ഇല്ലായിരുന്നു. അത് വേറെ കാര്യം. ഇതിൽ വേറൊരു മെയിൻലി കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഓഡിയൻസ്, ടി വിയിലെ ഓഡിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒറ്റ മിനിറ്റ്. ടി വിയിലുള്ള ഓഡിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇത് എൻ്റെ എന്താടാ, ഇതെന്താ അൺഎക്സ്പെക്ടഡ്, ഇതെന്താ റെക്കത് വർക്കാകത്ത്? ആ അർഷി അയച്ചെന്ന വീഡിയോ ക്ലിപ്പ് ഗൂഗിൾ ഡ്രൈവോ? ആ ഗൂഗിൾ ഡ്രൈവ്. വെയിറ്റ് ഞാൻ റീസെന്റ് ചെയ്തണം. അതൊക്കെ എൻ്റെ ടീം നോക്കണം. വെയിറ്റ് അത് അറ്റൻഡ് നിന്റെ DM എന്ന് വെച്ചാൽ ചാറ്റ് മെയിൻലി പറയാനുള്ളൊരു സംഭവം ഇതന്നെ. നമ്മൾ ടി വിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയും കെ വി ആയിട്ട് ഇഷ്യൂ ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് നമ്മളെ സൈഡിൽ നിന്ന് പാസ്റ്റ് തൊട്ടേ ഒരുപാട് സംഭവം ഉണ്ട്, മനസ്സിലായോ? അത് ഞാൻ ജസ്റ്റ് അത് 1 by 1 ക്ലിപ്പായിട്ട് എനിക്ക് കാണിച്ചു തരേണ്ടത് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ടി വിയിലെ ഓഡിയൻസ് എന്തായാലും ഇപ്പോൾ കറന്റ് കുറേ പേര് ഇപ്പോൾ ഇവിടെ ഉണ്ടാവും, എനിക്കറിയാം. അത് നിങ്ങൾ ടി വി ഓഡിയൻസ് ഇവിടെ വന്ന് കുറ്റം പറയാൻ വേണ്ടി വന്ന കുറേ പേര് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ക്ലിയർ കട്ടായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് നാളെ നിങ്ങളത് അനലൈസ് ചെയ്യാതെ നിൽക്കരുത്, മനസ്സിലായോ? അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഇതൊന്ന് വർക്കാകത്തുണ്ടോ? ഉണ്ടോ? ഓക്കെ ഓക്കെ ആയി. ഇത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, ഇത് പാസ്റ്റിലെ നമ്മളെ കുറച്ച് വീഡിയോസാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. RP ആണ്, ഓക്കെ. പക്ഷേ RP ആയാണ്ട് എടുത്തുങ്ങാണ്ട് കുറേ വൾഗാരിറ്റിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ റിലേഷനും ഫ്രണ്ട്ഷിപ്പും ഒക്കെ സ്പോയിലാവും, മനസ്സിലായോ? ഒരു ഗെയിമിൻ്റെ പേരിൽ അങ്ങനെ ഒരു റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ സ്പോയിൽ ചെയ്യാൻ നമുക്ക് ആർക്കും പേഴ്സണലി താല്പര്യമില്ല, മനസ്സിലായില്ലേ? അങ്ങനെ വരുന്ന ഇതാണ് മെയിൻ തിങ്. അഥവാ RP ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ ഒരു സംഭവം. RPൻ്റെ കേസിൽ ഇത് പുറത്തേക്ക് ഡ്രാഗ് ആവും, പുറത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അതിൻ്റെ പേരിൽ എല്ലാവർക്കും ഇത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ ഇതിൻ്റെ എത്രയോ മുമ്പേ പ്രഡിക്റ്റ് ചെയ്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 2 ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 സ്ട്രീമേഴ്സ് ഗ്യാങ് ആകുമ്പം അത്യാവശ്യം അവർക്കും വാച്ചിങ് ഉണ്ട്, നമുക്കും വാച്ചിങ് ഒക്കെ ഉള്ളൊരു സമയമാകുമ്പോൾ, പ്രത്യേകിച്ച് ഇത് ഓഡിയൻസ്, നിങ്ങളിത് കുറേ പേര് ഇതിൽ എത്രയൊക്കെ മെച്ചൂർഡ് ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് ഇമ്മെച്ചൂർഡ് ആയിട്ടുള്ള കുറച്ച് ഓഡിയൻസ് അവിടെ പോയിട്ട് ഇങ്ങനെ വെറുതെ ഒരു ട്രിഗറിങ് ഉണ്ടാവും. അവിടുന്ന് ഇങ്ങോട്ടും ഇതേപോലെ കുറച്ച് ഇമ്മെച്ചൂർഡ് ഓഡിയൻസ് എന്തായാലും വന്നിട്ട് ട്രിഗേർഡിങ് ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ആ ഒരു സാധനം നമ്മളെ പേഴ്സണൽ ലൈഫിൽ നല്ല എഫക്റ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഇമോഷണലി നമ്മൾ ഡൗൺ ആക്കി കളയും ആ ഒരു സംഭവം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും മാറ്റി വെച്ച് രാത്രി ഇതേപോലെ 3-4 മണിക്കൂർ ഈ ക്യാമറൻ്റെ മുന്നിലും ഈ 3 ലൈറ്റിൻ്റെ മുന്നിലും വന്നാണ്ട് ഇവിടെ സ്ട്രീം ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളെ സൈഡിൽ നിന്ന് ഇതേപോലത്തെ ഈ എന്താ പറയുക ഹെയ്റ്റും അല്ലെങ്കിൽ ഇതേമാതിരിക്കത്തെ തെറിയും പറയൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളും, മനസ്സിലായോ? അപ്പൊ ഇതൊന്നും വരരുത് എന്ന് കരുതിയിട്ട് ഞാൻ എത്രയോ മുമ്പ് ഞാൻ ഇത് ഓൾറെഡി പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയത് ഇത് അവരെ
ഈ പറയുന്ന പോലെ മൂഡ് താങ്ങി പോകുന്നില്ല. നമുക്ക് തന്നൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ പോലും വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയാണ്ട് സിറ്റുവേഷൻസ് എടുക്കണ്ട, TV ആയിട്ട് മാക്സിമം ഫ്രണ്ട്ലി ആവാൻ നോക്ക് എന്നുള്ള രീതിയാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിൽ ഇനീഷ്യലി എടുത്ത എല്ലാവരെയും നമുക്ക് നല്ല രീതിക്ക് പോവാ എന്ന് പറയണത്. ഞാൻ ഈ പറയണത് വ്യക്തമായിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഇത് ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് KV ആയിട്ടും TV ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ട് പോവാന്ന് പറയാനുള്ള മെയിൻ റീസൺ, നമുക്ക് സിറ്റിയിൽ മനസമാധാനമായിട്ട് അലമ്പില്ലാതെ നല്ല രീതിക്ക് ഇതൊരു ഗെയിമായി കണ്ടുകാണ്ട് മര്യാദക്ക് പോവാ എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് എടുത്തത്. അഥവാ പുറത്ത് ബന്ധമുള്ള പുറത്ത് റിലേഷനുള്ള മാക്കിനൊക്കെ TVയിലെ എല്ലാ മെമ്പേഴ്സിനായിട്ടൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉള്ള അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഇതിലുണ്ടായതുകൊണ്ട് ഇത് നല്ല രീതിക്ക് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുത്തത്. പക്ഷേ ഇത് പോകെ പോകെ സിറ്റുവേഷൻസ് വരലും പിന്നെ അതേപോലെ KVനെ സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അത് KVൻ്റെ കേസ് അത് വിട്. KVൻ്റെ കേസ് അത് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുവിടാം. കാരണം ഇപ്പോൾ അവിടെ ആരൊക്കെ QR നെഞ്ഞത്തൊട്ടിച്ച് കണ്ട് ഈ സാധനം ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതന്നെ അതിൻ്റെ മുകളിൽ UPI വെച്ചുകൊണ്ടാണ് പുള്ളി ഇരിക്കുന്നതൊക്കെ. അങ്ങനത്തെ ഞാനെന്താ ഞാൻ ഫേക്ക് OG ഷെയ്ക്ക് വേറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോഴും പറഞ്ഞുതരാം. കാസ്ട്രോക്കെതിരെ ഒറ്റ പ്രാവശ്യം പോലും നമ്മൾ സംസാരിച്ചിട്ടില്ല. കാസ്ട്രോ മര്യാദക്ക് നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യണ, ഈഗിളിനെയും തൊപ്പിനൊക്കെ റെസ്പെക്ട് ചെയ്യണ പോലത്തെ ഒരു ആളാണ് കാസ്ട്രോ. എന്നിട്ട് കാസ്ട്രോന്റെ അകത്തുള്ള മെമ്പേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പം കാസ്ട്രോ ദയവ് ചെയ്തത് കൺട്രോൾ ചെയ്യുക. കാരണം ഓൾറെഡി TV ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് നമ്മൾ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ അടിയിൽ കൂടി വല്ല ഈ ബത്തക്കൻ്റെ ഉള്ളിലേക്ക് നൊഞ്ഞ് വരുന്ന പുയ്ക്കളമാരി കയറി വരരുത് എന്ന് ദയവ് ചെയ്ത് ഒന്ന് പറയണം മെമ്പേഴ്സിനോട്. നമുക്കതിന് താല്പര്യമില്ല. ഇഞ്ഞിരുന്ന് ഇതിൻ്റെ പറ്റി ഇത് തൂക്കി പിടിച്ച് ദയവ് ചെയ്ത് വരല്ലേ. ഈ QR-ന്റെ കേസൊക്കെ നമ്മൾ വിട്ടതാ, മനസ്സിലായോ? QR-ഉം പറയൊന്നും വേണ്ട. ഇനി ഏറ്റവും ആൾക്കാർക്ക് ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെല്ലാവരും സ്ട്രീമേഴ്സാ, മനസ്സിലായോ? നമ്മൾ സ്ട്രീം ചെയ്ത് കണ്ട് ഇവിടെ നിൽക്കുമ്പം എന്തായാലും ഒരു ഇൻകം സോഴ്സും കൂടി പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി സ്ട്രീമേഴ്സും ഇവിടെ ഇരിക്കണ പോലും. അപ്പോൾ അത് കുറേ പേര് ഈ പറയുന്ന പോലെ അവരെ ഡെയിലി ലൈഫിൽ അവരെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്ഫുള്ളായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടണം എന്ന് കരുതിയിട്ട് ചിലപ്പോൾ UPI വെക്കുന്നവരുണ്ടാവും, QR വെക്കുന്നവരുണ്ടാവും, മനസ്സിലായോ? അപ്പം ആ സംഭവം ഒന്നും ആരും ഒരു സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ 3-4 മണിക്കൂർ ഈ ക്യാമറൻ്റെയും പിന്നെ ഈ ലൈറ്റിൻ്റെ മുമ്പിൽ ഒന്നിരുന്ന് അവർ എഫേർട്ട് ഇട്ട് ഒരു കണ്ടന്റ് തരുമ്പം അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് കരുതി കൊടുക്കുന്ന ഒരു കൂട്ടം ഓഡിയൻസ് ഉണ്ട്. അവർ കൊടുക്കുന്ന ഈ എമൗണ്ടിനെ വെറുതെ ബാക്കിയുള്ള സ്ട്രീമേഴ്സ് അവരെ സ്ട്രീമിങ്ങിൽ പോയി ഇരുന്നാണ്ട് മോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഈവൻ ദോ നമ്മൾ സ്കാനർ വെച്ച് നെഞ്ഞത്ത് ഇട്ട് അടിക്കുമെന്ന് പറഞ്ഞാണ്ട് പുള്ളിന്റെ ലൈവില് പുള്ളിന്റെ പേരെന്താ എന്താ പേര് പറയണ്ട ഞാൻ ആരാന്നുള്ളത് ഞാൻ പേര് പോയി തപ്പിയും കണ്ട് ഞാൻ അവിടെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യും. അതിന് നമുക്ക് താല്പര്യമില്ല. വാട്ടവർ അതെന്തോ അങ്ങനെ പറയുന്ന ആ പുള്ളിന്റെ തൊട്ട് സ്ക്രീനിന്റെ മുകളിൽ പോലും Google Pay നമ്പറാണ്, മനസ്സിലായോ? പുള്ളി അപ്പോൾ ഇരിക്കുന്നത് എന്തെങ്കിലും കിട്ടണം എന്ന് കരുതിയിട്ട്. അപ്പോൾ വാട്ടവർ ആരോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ അൺവാണ്ടഡ് ടൈപ്പ് ഓഫ് മോക്കിങ്സും ഈ ഡ്രാഗിങ്സും ഒക്കെ എല്ലാവരും ഒഴിവാക്കുക മാക്സിമം. നമുക്കതിന് താല്പര്യമില്ല. ഈ TVൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ പോലും KVന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം. KVA സൈഡിൽ നിന്നുള്ള ഒരു പ്ലെയറിൻ്റെ നിന്നാണല്ലോ ഇപ്പോൾ വന്നത്. എന്തുകൊണ്ട് KVA സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയാണ്ട പോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KVA എന്തുകൊണ്ട് ഇവർ നമുക്കെതിരെ ഇപ്പം അവർക്ക് എന്താ പറയുക സിറ്റുവേഷൻസ് ആയി കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് ഒരു മോക്കിംഗ് സ്റ്റൈലൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓപ്പണായിട്ട് പറയാം. KVA എന്നൊരു 3 പ്ലേയേഴ്സ് നമുക്ക് വന്നു. അത് 1-2 പ്ലേയേഴ്സ് കോൺട്രവേഴ്സി പോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഏതൊരു വീഡിയോ എന്തോ ഇറങ്ങിയതിൻ്റെ പേരിൽ അവർക്ക് പിന്നെ ഒരു 3 പ്ലേയേഴ്സ് പോയി. അഥവാ റാംബോ നെറ്റും ഒക്കെ സിറ്റുവേഷൻസ് വന്ന് അങ്ങനത്തെ ആ ഒരു MRG KVA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പീക്ക് കോൺട്രവേഴ്സി നടക്കുന്ന ടൈമിൻ്റെ ഇടക്ക് ഇതേപോലെ എന്തോ ഒരു വീഡിയോ ഇറങ്ങിയതിൻ്റെ പേരിൽ അവർക്ക് പിന്നെ ഒരു 3 മെമ്പേഴ്സ് ലോസ്റ്റ് ആയി, മനസ്സിലായോ? ചില്ലാവും ഞാൻ പറയണേക്ക്. അഥവാ ആ ഒരു സമയത്ത് ഇവർക്ക് 3 പ്ലേയേഴ്സ് നമ്മളെടുക്കലും 3 പ്ലേയേഴ്സ് ഇങ്ങനെ ഇറക്കി വിടേണ്ട അവസ്ഥയും വന്നപ്പം കംപ്ലീറ്റ്ലി ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഡൗൺ ടൈം അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റീസൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MRG ആണ് എന്നുള്ളത് അവർ ചിന്തിക്കണേൽ അവരെ കുറ്റം പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? അപ്പം അവർക്ക് എന്തായാലും അതിൻ്റെ ഒരു ചിലപ്പോൾ ഒരു ഗ്രഡ്ജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെഞ്ചൻസ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാവാം. ഞാൻ എൻ്റെ പ്ലേയേഴ്സിനെ ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് വിളിച്ചു വരുത്തിയാണ് നമ്മളെ മെമ്പേഴ്സിനോട് പോലും പറഞ്ഞതാണ്. അന്ന് ഇങ്ങനെ KVൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ നമ്മുടെ അടുത്ത് വന്നാണ്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണോ, ഫൈനാൻഷ്യൽ ബാക്കപ്പ് വേണോ, അങ്ങനെ എന്തോന്ന് പറഞ്ഞാണ്ട് KVL എന്തോ ഒരു മെമ്പർ നമ്മളെ മെമ്പറിൻ്റെ അടുത്ത് ലൈവിലിരുന്നാണ്ട് മോക്ക് ചെയ്യണ ഒരു വീഡിയോ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാ, നിങ്ങൾ ഇതെന്തിനാ KVA നമ്മളെങ്ങനെ പറയണ ചെയ്യിക്കുക, നമ്മളിത് ഇവരെ ഒന്നും പോയി പറയണില്ലല്ലോ എന്നുള്ളത് നമ്മളെ മെമ്പേഴ്സ് പറഞ്ഞപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞൊരു സംഭവം ഞാൻ മീറ്റിംഗ് വിളിച്ച് ഞാൻ ഇരുന്ന് പറഞ്ഞതാ. നമ്മളെ
അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലടാ. നമ്മൾ ഇങ്ങനത്തെ ഒരു റീസൺ കൊണ്ട് അവർക്കും ഇതേപോലെ മൊത്തം 6 പ്ലേയേഴ്സ് ലോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അവർക്ക് അതിന്റെ എന്തായാലും ചിലപ്പോൾ ഒരു ഗ്രഡ്ജ് അവരെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതാ. ഇതൊക്കെ എല്ലാവരുടെ സൈഡിലും നിന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിമാണ്, മനസ്സിലായോ ഗൈസ്? അപ്പൊ ഈ ഓഡിയൻസ് ഇത് ടി വി മെമ്പേഴ്സ് ഓഡിയൻസ് ആണെങ്കിലും KVA ഓഡിയൻസ് ഇതിലുണ്ടെന്നുണ്ടല്ലേ. MRG ഓഡിയൻസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താന്നുള്ളത് എന്തായാലും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചാറ്റ് നിങ്ങൾ ചില്ലായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഗെയിമിന്റെ പേരിൽ ഇത് മോർ വൾഗാരിറ്റി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ല. നമ്മളിത് ഇവിടെ വെച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ മെയിൻലി ഇത് പറയാനുള്ള റീസൺ, ഇത് പാസ്റ്റ് ഇത്രയും വീഡിയോസ് ഇത് ഫുള്ള് ഇതൊന്നുമില്ല. ഇതിൽ ഈകള് പറയുന്നുണ്ട് TV ആയിട്ട് MRG ആയിട്ട് ഫ്രണ്ട്ലി ആവാൻ പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മാക്ക് അവിടുന്ന് നമ്മളെന്തായാലും തിരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് പോകാനാണ് താല്പര്യം എന്നുള്ളത് പറയുന്നത്. അതേപോലെ ഇതെന്താ ആയാലും ഇൻ കേസ് എന്ത് കമ്പുണ്ടെങ്കിലും നമുക്കതൊരു പ്രിവാറായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പേഴ്സണലി താല്പര്യമില്ല. നമ്മളോട് അതാ അന്നും ഞാൻ ഇതാ പറഞ്ഞത്, മനസ്സിലായോ? ഇനി വെയിറ്റ് ആക്കരുത്. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഒരു തീരുമാനം പറയാം. TV നമുക്ക് എന്ന് ഫ്രണ്ട്ലി ചെയ്യാൻ കഴിയും. ഇവിടെ ഇത് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞാണ്ടല്ലോ എനിക്ക് വയ്യ, ഞാൻ ഒന്നും പറയണില്ല, മനസ്സിലായോ? ഇത് റീസെന്റ് അത് ചിലപ്പോ ഇതായിരിക്കും സങ്കടം പറച്ചിലേക്ക്. നമ്മൾ അണ്ടർ മോണിറ്ററിംഗ് ആണ് സ്റ്റിൽ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം ഇത് ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് അഥവാ ഗാങ് ഒഫീഷ്യലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാങ് സിറ്റിയിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതിന്റെ ഒക്കെ മുമ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തൊരു റിക്രൂട്ട്മെന്റ് മീറ്റിംഗ് ആയത്. ഇത് TV ഓഡിയൻസ് ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടോക്ക്. നമ്മൾ അണ്ടർ മോണിറ്ററിംഗ് ആണ് സ്റ്റിൽ. നമ്മൾ അണ്ടർ മോണിറ്ററിംഗ് ആണ്. നമ്മൾ ലോയൽറ്റി പോയിന്റ് ഇന്ന് തൊട്ട് നമ്മളത് കൗണ്ട് ചെയ്യും. പെർ 30 മിനിറ്റ്സിൽ 0.5 പോയിന്റ്സ് വെച്ചാണ്ട് നമുക്ക് കിട്ടും. അതെല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളായിരിക്കും. എനിവേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ പറയാനുള്ളത് പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണ്. ഇതിൽ പലർക്കും പല ഗ്യാങ്ങിനായിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ആരോടും എന്താണ് എന്തിൻ്റെ പേരിലാണ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ TVA KVA അങ്ങനത്തെ വലിയ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാങ്ങുകളായിട്ടൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുള്ള പ്ലേയേഴ്സ് ഇതിലുണ്ട്, നിനക്കറിയാം. പക്ഷേ ഞാൻ ആരും പാസ്റ്റ് ചോദിക്കുന്നില്ല. പാസ്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് അറിയും വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എനിക്കൊരു ഉറപ്പ് തരണം, ഇതിൽ ആരും അനാവശ്യ വള്ളികളിലോ അനാവശ്യ സിറ്റുവേഷനിലോ ഒന്നും പോയിട്ട് വള്ളി എടുക്കാൻ നിൽക്കരുത്. നമ്മളൊരു റെസ്പെക്റ്റ്ഫുൾ ഗ്യാങ് ആയിട്ട് സിറ്റിയിൽ തുടരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റെസ്പെക്റ്റ് തിരിച്ചെല്ലാവരും തരുന്ന പോലെ നമ്മൾ അവരുടെ അടുത്ത് നിൽക്കണം, മനസ്സിലായോ? അല്ലാതെ നാളെ മുതൽ ഇടിയും വെടിയും പുകയല്ല ഇതിൽ മാക്സിമം അതെ അത് ഇത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഡേ തൊട്ടേ നമ്മൾ പറയണത് TVയും KVയും ആയിട്ട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യരുത്. നമ്മൾ ഈ പറയുന്ന പോലെ പീസ്ഫുൾ ആയിട്ട് പോകണം സിറ്റിയിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ മെമ്പേഴ്സിനെ ഫീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, മനസ്സിലായോ? വെയിറ്റ് ആക്കുക, വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ വെറുതെ എല്ലിടണ കുണ്ണാൾ ഇറങ്ങിക്കോ ചാറ്റുന്നത് ഞാൻ വല്ലതും എടുത്ത് പറയും, മനസ്സിലായോ? ഇത് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ വെറുതെ ഹെയ്റ്റ് ഉണ്ടാക്കാതെ MRG നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്ന് കരുതിക്കാണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. റാംബോ അങ്ങനെ പറയുന്നതിൽ ഓനത് ഹേർട്ടായതുകൊണ്ട് പറയണതാ. അത് കരുതിയാണ്ട് KVA TV ആയിട്ടൊന്ന് വെറുതെ പോയാണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇതിലുള്ള മെമ്പേഴ്സിന് ആർക്കും പ്രശ്നമില്ല, മനസ്സിലായില്ലേ? ഇനി നമ്മളെ ചാറ്റിലടക്കം ആ പ്രശ്നമില്ല. വെറുതെ ഇവിടെ വന്നുകാണ്ട് ഒലക്കമല വർത്താനം പറഞ്ഞാൽ ഞാൻ വല്ലതും എടുത്ത് പറയും, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സംസാരിച്ച് സോൾവ് ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്ന കാസ്ട്രോ കാണുന്നുണ്ടെങ്കിലും വെറുതെ ഒരു കമ്മ്യൂണിറ്റിയിൽ TVയും KVയും ആയിട്ട് ഏകദേശം ഒരു 2-3 കൊല്ലം ഓല് തമ്മിലൊരു ഇവിടെ ഒരു റൈവലറി നടന്ന ഒരു സംഭവം ഉണ്ട്. ഹെയ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. വെറുതെ ആ MRG കൂടി ആ ഹെയ്റ്റ് വാങ്ങി കൂട്ടണോ? സമ്മതിക്കൂല. അതിന് വേറെ ആരും സമ്മതിച്ചാലും സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കൂല. ഞാൻ അന്ന് പോലും ഇതാ പറയണത്. ഇതിൻ്റെ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസാണ്, മനസ്സിലായോ? ഞാൻ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസിൽ പല ലൈവിൽ പല പ്രാവശ്യം ഈ പറയണ പോലെ TVനെയും KVനെയും സപ്പോർട്ട് ചെയ്താണ്ടുള്ള ക്ലിപ്സാ. ഇതെന്താ ഞാൻ കണ്ടിട്ടില്ല. ഇത് വാസണ്ണാന്ന് വിളിക്കുന്ന ഒരു സംഭവം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഇനി എത്ര ഞാൻ ഇമ്മച്യൂർഡാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ എടുത്ത ഡിസിഷൻ എല്ലാം എന്ന് പറഞ്ഞാൽ പോലും RPക്കകത്ത് എനിക്ക് വാസണ്ണൻ തന്നെ, മനസ്സിലായോ? അത് ഇനി ഈ പറയുന്ന മാക്കിനാണെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഷമീറിനാണെന്നുണ്ടെങ്കിലും അതൊന്നും മാറാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? അത് ഈ പറയുന്ന നമ്മളെ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും ഏത് ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. RPക്കകത്ത് ഇനി സിറ്റുവേഷൻസ് ആയാണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് ഏത് രീതിക്കാണ് പോകണമെന്ന് വെച്ചാൽ അതിൻ്റെതായ രീതിക്ക് അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവും. അല്ലാതെ ഈ പറയുന്ന പോലെ പുറത്തെന്തെങ്കിലും ഇതേപോലെ ഓസിയിൽ എന്തെങ്കിലും സംസാരിച്ചതിൻ്റെ പേരിൽ സിറ്റിക്കകത്ത് നമ്മളെ ക്യാരക്ടർ വിട്ടുങ്ങാണ്ട് പുള്ളിൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞതാ. പുള്ളി നമ്മളോട് ഈ പറയുന്ന പോലെ എന്താ പറയുക വാസു അണ്ണൻ പുള്ളി നിർത്തണം എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അന്ന് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞതാ. അത് നമുക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് മാറ്റി പറയേണ്ട ആവശ്യം നമുക്കില്ല. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും
ദാറ്റ് ഈസ് ഫിയർ എന്നോ അണ്ടി എടാ കുണ്ണെ നീയൊക്കെ പറയണ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മനസ്സിലായില്ലേ? ഇത്ര നേരം ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരുമ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളത് നീയൊക്കെ മനസ്സിലാക്കുക. ഇത് ഫിയറിന്റെ പുറത്ത് പറയുന്നതല്ല. നമ്മളൊരു തെറ്റ് പറ്റിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? നമ്മളൊരു അസംഷൻ മാത്രം നമ്മളെ പ്രൈവറ്റ് പി സിയിൽ ഇരുന്ന് പറയേണ്ട സ്ഥലത്ത് ലൈവ് ഇട്ട് ഷമീർ അറിയാതെ കയറി വന്നപ്പം അതിന്റെ പേരിൽ ഇനി ഒരു കോൺട്രവേഴ്സി പിടിച്ച് വരണ്ടെന്ന് കരുതിയിട്ട് ഹാഫിസ് ബ്രോക്ക് ഒരു ഹെയ്റ്റും വരണ്ടെന്ന് കരുതിയിട്ട് അവിടെ പോയിങ്ങാണ്ട് നമ്മൾ സംസാരിച്ച സംഭവം. ആ സാധനം നീ ഒന്ന് വന്നാണ്ട് ഇവിടെ ഇരുന്നാണ്ട് നമ്മളെ ഫിയർ എന്ന് പറഞ്ഞാണ്ട് മുമ്പാ നിൽക്കല്ലേ? ഈ സാധനം ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ പാസ്റ്റിൽ പല പ്രാവശ്യമായിട്ട് ഞാൻ ടി വിനെയും കെ വിനെയും സപ്പോർട്ട് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു ഹെയ്റ്റ് ഉണ്ടാവരുത് എന്ന് കരുതിങ്ങാണ്ട് ചെയ്ത ഈ ക്ലിപ്പുകളാണ്. ഇനി നിങ്ങൾക്ക് ഇത് ആദ്യം എടുത്തു വെക്കാൻ മറന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് കുറേ മീറ്റിങ്സിലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MRCൻ്റെ ഓർഗിലെ ആൾക്കാരൊക്കെ വന്ന് ഒറിജിനൽ ആൾക്കാരൊക്കെ വന്ന് നമ്മൾ സംസാരിക്കുക, ഞാനും മാക്കും ഷമീറൊക്കെ സംസാരിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞപ്പോൾ പോലും നമ്മൾ പറഞ്ഞത് ഇല്ല, നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഇത് ലൈവിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓഡിയൻസ് എന്തായാലും അതൊരു വേറെ രീതിക്ക് എടുത്തു പോകും. അത് നമുക്ക് നമ്മളെ സൈഡ് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കുണ്ടായതോടു കൂടിയാണ് നമ്മൾ ഇത്ര നേരം വരാത്തത്. അത് ഞാൻ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. ഹലോ രാജുഭായ്, എടാ മാക്ക് ഒന്ന് രാജുഭായിനെ വിളിച്ചാൽ എന്താ എനിക്ക് കോൾ വരുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഇതേപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, TVയിലെ ലോലൻ ഇതേപോലെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. TVയിലെ ലോലനോട് ഇത് എന്തോ ഒരു സ്ഥലം, ഇത് ഇന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഷിബു ഇതേപോലെ നീ ഏതാടാന്ന് ചോദിക്കുന്നുണ്ട് ലോലനോട്. അത് സത്യം പറഞ്ഞാൽ ലോലൻ ബാഡായിട്ട് എടുത്തോ എന്നുള്ളത് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഞാൻ ആ ക്ലിപ്പ് കണ്ടപ്പം ഗ്രൂപ്പിൽ ഞങ്ങളെ GTA ഗ്രൂപ്പിലിട്ടുങ്ങാണ്ട് ഞാൻ പറഞ്ഞതാണ്, ഷിബു നീ പോയിട്ട് ക്ലാരിറ്റി ചെയ്യണം, ഇത് SRR TVയിലെ ലോലനാണെന്ന് അറിയില്ലേനു, നമ്മളെ സൈഡിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയതാണ് എന്നുള്ള സംഭവം നീ തന്നെ പറഞ്ഞേക്ക്. സോറി ഒന്നും പറയണ്ട, പക്ഷേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ബ്രോ, ഞാനത് റാൻഡമായിട്ട് പറഞ്ഞതാണ്, ഹെയ്റ്റ് ആയിട്ടൊന്നും എടുക്കല്ലേ എന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയി പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ടും ഇതും എൻ്റെ അടുത്ത് ഉണ്ടാവും. ഞാനത് എടുത്ത് കാണിക്കുന്നില്ല, അങ്ങനെ അതിനുള്ള നേരമല്ല ഒന്നാമത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓഫ് സ്ട്രീമിൽ പോലും TVക്കെതിരെ നമ്മളിതുവരെ സംസാരിച്ചിട്ടില്ല. ഓഫ് സ്ട്രീമിൽ പോലും നമ്മൾ TVനെയും KVനെയും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതേപോലെ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈഡിലും കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVയെ KVയെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓഡിയൻസ് പോയത് എന്ന് പറയുമ്പം അത് ഈഗിളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലോ അല്ലെങ്കിൽ TVൻ്റെ പോയിന്റ് ഓഫ് വ്യൂലോ നിന്ന് തിങ്ക് ചെയ്യുമ്പം അവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എങ്ങനെ നിങ്ങൾ ഓഡിയൻസ് പോയി എന്നുള്ള സാധനം ഓര് തിങ്ക് ചെയ്യും, മനസ്സിലായോ? അത് ശുദ്ധ പൊട്ടത്തരാണ് പറയണെന്നുള്ളത് ചിലപ്പം ഓല അങ്ങനെ തിങ്ക് ചെയ്യും, അത് ഓല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അഥവാ നമ്മളെ കുറേ ഓഡിയൻസ് ഇവിടെ TVനായിട്ടും KVനായിട്ടും ഇത്രയും മൾട്ടിപ്പിൾ സിറ്റുവേഷൻസിൽ ഞാൻ നടക്കൂല എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇവിടുന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോയ കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതേപോലെ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയേ അല്ലെങ്കിൽ ഇതേപോലെ ഗ്രൂപ്പിൽ കട്ട്സോ വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ട് അറിയുകയാണെങ്കിൽ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഒരു അഡ്രനലിൻ പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അഥവാ KV ആയിട്ടും TV ആയിട്ടും ഇനി സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് സിറ്റുവേഷൻ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്. ആ ഒരൊറ്റ സംഭവം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ ഞാനാണെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് 2 പ്രാവശ്യമാണെങ്കിൽ അറിയാതെ 2 പ്രാവശ്യം ഞാൻ ലൈവിൽ ഇതേപോലെ TVനെയും KVനെയും ആ ഒരു കാര്യത്തിൽ ഞാൻ മെൻഷൻ ചെയ്തു എന്നുള്ളത് സത്യം. വാട്ടെവർ. അപ്പം ഇതൊക്കെയാണ് കാര്യമായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ പേരിൽ ഇനിയൊരു ലൈവ് ഇടാനോ ഈ ഒരു കാര്യം പറ്റി സംസാരിക്കാനോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമില്ല. ഇതിവിടെ ഇന്നത്തോടു കൂടി നിർത്തണം. നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട താല്പര്യമില്ല, മനസ്സിലായില്ലേ? എടാ മാക്കെ ഷമീർ എന്താടാ? ഷമീറോടെ ഷമീർ കറണ്ട് പോയെന്ന് തോന്നുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്ന് ട്രാവൽ ചെയ്യാൻ പോവാന്ന് പറഞ്ഞായിരുന്നു ഓൾറെഡി. ആര്? ഷമീറോ? ഓക്കെ. എനിവേ ഇത് അതെ നമ്മളെ സൈഡിൽ നിന്നുള്ള ലാസ്റ്റ് ലൈവ് ആണിത്. നമ്മളെന്തായാലും ഇനി ഈ പറയണ പോലെ ഒന്നിനും ഇല്ല നമ്മളെ സൈഡിൽ നിന്ന്. ഷമീർ ആണെന്നുണ്ടെങ്കിൽ പോലും ഷമീർ പറഞ്ഞ സംഭവമാണെന്നുണ്ടെങ്കിൽ പോലും ഇതാണ്. ഈഗിളിനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനോ ഇതാക്കാനൊന്നുമില്ല. ഇനി ഈഗിളിൻ്റെ ലൈവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് പറഞ്ഞാൽ പോലും അതിനൊരു റിപ്ലൈ നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല.
നമ്മളിത് ഇവിടെ വിട്ടു. നമ്മളെ RP ആയിട്ട് നാളെ മുതൽ കണ്ടിന്യൂ ചെയ്യും. ഇതിന്റെ പിന്നാലെ നടന്നതിന്റെ പേരിൽ മാത്രം സത്യം പറഞ്ഞാൽ ചാറ്റ് ജീവി എന്ന് പറഞ്ഞ സ്പാം ചെയ്യണവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ജീവിന്റെ അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ട് തരാൻ പറ്റാഞ്ഞത് അതിന്റെ ഫൈനൽ സ്റ്റേജിലായിരുന്നു. അത് ഞാനും മാക്കും കുറച്ചു നേരം ഇരുന്നാൽ മാത്രം തീരേണ്ട ഒരു സംഭവമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ ഇന്നലെ രാവിലെ മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇരിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര സ്ട്രെസ്സായിട്ട് ഭയങ്കര ഹെഡേക്സ് ഉള്ള കുറേ സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ കുറേ കഴിഞ്ഞ് പോയത്. അതുകൊണ്ട് നമുക്ക് അതിമൊക്കൊന്നും ഇരിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സിനിമാറ്റിക്സും വൈൻഡപ്പ് ചെയ്യാനുണ്ട്. അതേപോലെ അതിൻ്റെ ഒരു മാപ്പ് സിറ്റിയിൽ കയറാനുണ്ട്. അതെന്തായാലും നിങ്ങളെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യിക്കൂല. ഇന്ന് ചെയ്യണമെന്ന് കരുതിയ സാധനം നാളെ നമ്മൾ എന്തായാലും ചെയ്യും. അതിനൊരു ഡിലേ വരുത്തൂല. കൺഫേം ആയിട്ട് നമ്മൾ നാളെ എന്തായാലും ചെയ്യും. ഗൈസ്, നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കൂടി അതൊന്ന് പ്ലീസ് അതൊന്ന് ക്ഷമിക്കണം. നമുക്ക് അത് നമ്മളെ സൈഡിൽ നിന്ന് ഒരു സോറി. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, നിങ്ങൾ നമ്മളെ സൈഡിൽ നിന്നൊന്ന് തിങ്ക് ചെയ്താൽ ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ ഭയങ്കര വേറെ കുറേ പ്രശ്നത്തിന്റെ പിന്നാലെ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? എനിവേ, നാളെ നമുക്ക് നല്ലൊരു RP ആയിട്ടും നല്ലൊരു ഗ്യാങ് വണ്ടി റിവീലിങ്ങും റിക്രൂട്ട്മെന്റും ആയിട്ട് നമുക്ക് നാളെ വരാം. കൂടുതൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഗൈസ്. ഇതന്നെ മെയിനായിട്ട് പറയാനുള്ളത്.